വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ കുടുംബവും പിന്നെ നമ്മുടെ വീട്ടിലേക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഒരു കോഫി ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മിൽക്ക്. ഇത്ര പാലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഒരു വളരെ കുറച്ച് പാലാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുള്ളൂ. ഒരു ഈസി ടേസ്റ്റി വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പാല് മാറ്റാൻ ഒരു കപ്പായിട്ട് നമുക്ക് വരാം. അപ്പൊ നമ്മള് പാലൊക്കെ എടുത്തോണ്ട് വന്നേക്കാണ്. അപ്പൊ ഇത് KSന്റെ പാലാണ്. ഇത് ആട്ടും പാലുകൊണ്ടൊന്നും ആവില്ല, ചിലവരുടെ വീട്ടിൽ സ്ഥിരം തന്നെയായിരിക്കും. അതുകൊണ്ട് ആട്ടുംപാലിൽ വെച്ച് ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ കുടിച്ചപ്പോ എനിക്ക് ടേസ്റ്റിന് തോന്നി ഇത് നേരത്തെ ഇങ്ങനെ ഫ്രഷ് KS പാലാണ്. ഇത് ഒരു ഓയിൽ ഷോപ്പാണ് കൃഷ്ണകുമാർ. അപ്പൊ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നതാണെന്ന് വീഡിയോ എടുക്കണ കണ്ട പഞ്ഞൊരു മൂല പോയിരിക്കാണ്. അപ്പൊ നമുക്ക് ഒഴിക്കാം. എന്നെ നോക്കിയിട്ട് ബാങ്ക് കൊണ്ടുപോകണേ. അപ്പൊ നമുക്ക് അതിന് വേണ്ടത് ഒരു ബിഗ് ബൗൾ. ഈ പാലത്തിൽ തളിച്ചാൽ നമ്മൾ ഓഫ് ചെയ്യാം. ഇത് തളിച്ചാൽ നമ്മൾ സിമ്മിലിട്ട് വീണ്ടും വേണ്ടത് ഒരു പാല് തിളയ്ക്കാൻ ശരിക്കും ഒരു 5 മിനിറ്റ് ആണ്. നമ്മളിത് പിന്നെ 11 മിനിറ്റ് നമ്മളിതൊന്ന് ഗാർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. അന്നേരം നന്നായൊരു ഇത് കഴുകിയെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ താരം സിസർ. അപ്പൊ നമുക്ക് പാലിന്റെ നിപ്പ് കട്ട് ചെയ്തു കളഞ്ഞു ഇതാക്കി പാലെടുക്കണമെങ്കിൽ ഫ്രഷ് പാലാണ്. ഇത്തിരി പാലെടുത്തത് കാരണം നമ്മൾ ഇത്തിരി കുടിക്കുള്ളൂ. ഇത്തിരി കുടിക്കാതെ നമ്മൾ കുടിക്കണ ആവശ്യം. സാനിറ്റൈസർ ഒക്കെ പറ്റാനുള്ള എന്താണ് എന്നെ പറ്റി പറഞ്ഞിട്ടിരിക്കണ ഈ പെണ്ണ്, അതായിരിക്കാം. ഇനി നമുക്ക് ഇത്തിരി വാട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ച പാല് യൂസ് ചെയ്യണം. പാക്കറ്റ് പാല് പച്ചക്ക് കുടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ല. അനിയനാണ്, 2 വയസ്സാണ്. ഇപ്പൊ 3 വീട്ടിൽ ഡിസംബറിനല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര പാലാണ് എടുത്തത്. ഒരു വെള്ളമാണ് മൊത്തം. അപ്പൊ ഈ പാലിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അവൻ നമുക്ക് നേരെ ഇത് തിളയ്ക്കാൻ വെക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഇതിൻ്റെ ചില സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, നമ്മൾ എന്തായാലും ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ കോക്കോ പൗഡർ അല്ലേ ചേർക്കാം. പക്ഷെ എൻ്റെ ഇപ്പോൾ കോക്കോ പൗഡർ ഇല്ലാത്ത ഈ അവസ്ഥ വരുന്നവർക്ക് ഈ ബൂസ്റ്റ് എന്താണ് ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡർ, അത് കാഡ്ബറിയുടെ ഒക്കെ അറിയില്ലേ, ഡ്രിങ്കിങ് ബൂസ്റ്റ്, ഹോർലിക്സിൻ്റെ ചോക്ലേറ്റ്, ഇഷ്ടമുള്ള ഫ്ലേവർ. ഇതിലിപ്പോൾ ഉള്ളത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ ഒരു പൗഡറാണ്. അപ്പോൾ നമുക്കതൊരു 1 സ്പൂൺ ചേർത്ത് നോക്കാം. 1 അല്ല, ഒരു 1/2 മതിയായിരിക്കും. നമ്മൾ കോഫിയിൽ എന്തായാലും ചേർക്കണ്ട്. അപ്പോൾ ഒരു 1 1/2 ആണ് ഞാൻ ചേർത്തുള്ളൂ. അപ്പോൾ ഇത് ഇതേ പിങ്ക് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് 1 1/2 ചേർക്കും. അവിടെ നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത്തിരി കോൺഫ്ലോറാണ്, കാരണം ഇതൊന്ന് കുറുക്കി കിട്ടണ്ടേ. അപ്പൊ നമുക്ക് കോൺഫ്ലോർ തപ്പാം. ഓക്കെ, കിട്ടിപ്പോയി നമ്മുടെ സീക്രട്ട് കാർ. അപ്പൊ കോൺഫ്ലോർ നമ്മൾ ഒരിത്തിരിയാണ് ചേർക്കാവൂ. കാരണം ഇതാ റെസിപ്പിയിൽ ഞാൻ കണ്ട റെസിപ്പിയിൽ ഞാൻ സ്വയം ചെയ്യുന്ന റെസിപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തല്ലേ. നന്നായിരുന്നു. പെട്ടെന്ന് കട്ടാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അപ്പം തന്നെ തിക്നെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എനിക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ കഫേ മൊച്ച കോഫി പൗഡർ, ഇവിടെ ടീ പൗഡർ കോഫി പൗഡർ ഒരേപോലെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് കോഫി പൗഡർ കിട്ടി, നല്ല മണ്ണുള്ള കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ ഇതേപോലെ വാരി വരച്ചൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വളരെ അംശമാണ് ചേർക്കണേ. ഇത്തിരി പേരിന് മാത്രമേ നമ്മൾ കോഫി പൗഡർ ചേർക്കുന്നത്. ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രം കിട്ടാനായിട്ടാണ് നമ്മൾ ഈ കോഫി പൗഡർ ചേർക്കുന്നത്. ഇത് ജസ്റ്റ് തിളയ്ക്ക് മാത്രമേ ഉള്ളൂ പണി. ഇനി നമുക്ക് ഷുഗർ ഇടാം. ഷുഗർ നമ്മുടെ എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇടാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിവിടെ ഇരിക്കണം. കുറച്ച് പഞ്ചസാരകൾ കുറേ ടിന്നുണ്ട്. നമുക്കൊരു എത്രയാണ് വേണ്ടത് നമ്മൾ തിങ്ങിയ, കാരണം നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ മധുരം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 2 1/2 ആണ് ചേർക്കണേ. ഞാൻ സ്വാഭാവികത്തിൽ കൂടുതൽ മധുരം ആയിരിക്കും എല്ലാവർക്കും. പക്ഷേ ഈ ഫാമിലി
എന്ന് പറഞ്ഞാൽ ഇത്തിരി മധുരിഷ്ടമുള്ളതാണ്. ശരിക്കും വെള്ളവശാണ് ഈ ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കുറുക്കിയെടുക്കാം. പാലിൽ നിന്ന് നമുക്ക് സ്റ്റൗ കത്തിക്കാം. അത് കുട്ടികളാണെന്ന് കുറച്ച് സേഫ്റ്റി ആവാം. എനിക്ക് പിന്നെ അതൊരു ചെറിയൊരു സാഹസിക വിദ്യകൾ അറിയാണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. കുട്ടികളിങ്ങനെ തിന്നിട്ട് കളിക്കുന്നത്. കുട്ടി ബെഡ്ഷീറ്റുമ്പോൾ തീ വെച്ച് കളിച്ചത്. ആദ്യത്തെ 5 സൗണ്ടിങ്ങിൽ അത് കത്തിയിലച്ച എന്താവും അറിയാം. കളിച്ച് കളിയാക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ ഭ്രാന്ത് കേട്ടില്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാം. നമ്മൾ നന്നായി തിളയ്ക്കാം. അധികം നിങ്ങളെ പറഞ്ഞു വെറുപ്പിക്കുന്നല്ലേ. നമുക്കതൊരു തിളയ്ക്കണവര് വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ട് ഞാൻ ബാക്കി കണിക്കുമ്പോഴേക്ക്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കാപ്പിയൊക്കെ നമ്മൾ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതൊക്കെ അരിച്ചെടുത്തതിന് ശേഷം നല്ല സൂപ്പർ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. അടിപൊളി.